ഈ സിനിമയുടെ പിന്നെ ഇതിനകത്ത് ഗസ്റ്റ് അപ്പിയറൻസ് എന്ന് പറയാനായിട്ട് ഒരു ഹോളിവുഡിൽ നിന്നും ഒരു ആലിയ ബോൺ യെസ് എന്ന് യെസ്. പറയുന്ന ഒരു പുതിയ ആക്ട്രസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മലയാളത്തിലേക്ക്. ഉം, ഉം. അവരവിടെ സ്റ്റൺ സ്പെഷ്യലിസ്റ്റും ഒക്കെ ആയിട്ട് ഒരുപാട് സിനിമകളിൽ ഭാഗമായിട്ടുണ്ടെങ്കിലും അവർ ഇന്ത്യയിൽ വരുന്നത് തന്നെ ആദ്യമായിട്ടാണ്. ഉം, ഉം, ഉം. മലയാളം എന്ന് പറയുന്നത് അവർക്ക് ബേസിക്കലി ഒരു ഏലിയൻ ലാംഗ്വേജ് ആണ്. ഏലിയൻ ലാംഗ്വേജ് ആൻഡ് ഷോക്കറായിരുന്നു. ആ, ആ. കാരണം ഇവിടെ ഇത്രയും ഇൻഡസ്ട്രി ഉണ്ടെന്നും ഇവിടെ ഇത്രയും ഭാഷയുണ്ടെന്നും ഇവിടെ ഇങ്ങനെയും കുറച്ച് ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടെന്നും ഇവിടുന്നും കുറച്ച് സിനിമകൾ വരുന്നുണ്ടെന്നൊക്കെ അവരെ അറിയുന്നത് തന്നെ ഇവിടെ വന്നതിന് ശേഷം. നമ്മൾ എല്ലാം ഓൺലൈനിലായിരുന്നു അവരുടെ ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ അവരെ കൊണ്ടുവന്നു കഴിഞ്ഞ് നമ്മൾ സ്ക്രീൻ ടെസ്റ്റ് ചെയ്തു. അവരുടെ മലയാളം ഒക്കെ നമ്മൾ തൽക്കാലം ലിപ്പൊക്കെ പഠിപ്പിച്ചെങ്കിലും അത്രയൊന്നും ആവശ്യമില്ല. നമ്മൾ പണ്ടൊക്കെ മലയാള സിനിമയിൽ ചെറിയ ഇൻഡസ്ട്രി ആണല്ലോ. അപ്പം നമ്മൾ ഈ ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെ ഇന്ത്യയിൽ ഉള്ള തന്നെ ആക്ടേഴ്സിനെ ആരെങ്കിലും കൊണ്ടുവന്നൊക്കെ അഭിനയിപ്പിക്കും, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട്. അവർക്കൊക്കെ ഈ മിക്കവാറും ഉള്ള ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന ഫോറിനേഴ്സിനൊക്കെ ഒരു വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നവരാണ്. അവർക്ക് ഇന്ത്യൻ ആധാർ കാർഡ് ഉണ്ട്, ഇന്ത്യൻ ആധാർ കാർഡ്, ഇന്ത്യൻ പാൻ കാർഡ്, ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് വരെയൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ അതിന്റെ ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ആ പേപ്പർ വർക്ക് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അവരെ അഭിനയിക്കും.